ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നവർക്ക് ഐഫോൺ 14 Pro Max. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത ടൈമിൽ ഗ്രീൻ ഡിസ്പ്ലേ വന്നു. അപ്പോൾ ഇത് ഡിസ്പ്ലേ മാറാതെ തന്നെ ഇതെങ്ങനെ റെഡിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റിലെ ഐഫോൺ സേഫായിട്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ വരുന്ന രണ്ട് സൈഡിലാണ് ഇതിൻ്റെ സ്ട്രിപ്പ് വരുന്നത്. അതായത് കോഫൈസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലാണ് ഗ്രീൻ ഡിസ്പ്ലേ, വൈറ്റ് ഡിസ്പ്ലേ ഈ കംപ്ലയിൻറ്റ് വരുന്നത്. കോമൺ ആയിട്ടും ഐഫോൺ 14 Pro Max, 13 Pro Max ഈ സീരീസിനെല്ലാം മെയിനായിട്ട് വരുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ വരുന്ന ഷീൽഡ് സേഫായിട്ട് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യാനെ കൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒന്നെങ്കിൽ ഓപ്പണറോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഷീറ്റോ ഇൻസേർട്ട് ചെയ്തിട്ട് കട്ടർ ഉപയോഗിച്ച് നൈസായിട്ട് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ താഴെ വരുന്ന രണ്ട് സ്ക്രൂവിൻ്റെ ഹോളുണ്ട്, ആ ഹോള് ബാക്കിലോട്ട് മടക്കി വെക്കുമ്പോൾ ആ ഒരു ഭാഗം സേഫായി. ബാക്കി എന്നിട്ട് പയ്യെ കട്ട് ചെയ്തതിന് ശേഷം ഈ കോഫൈസിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വരുന്ന രണ്ട് കണക്ഷൻ അത് സേഫായിട്ട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടൻസീവ് പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെ ജമ്പർ ചെയ്ത് കൊടുക്കുക. ജമ്പർ ചെയ്ത ശേഷം അത് നമ്മുടെ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഡ്രൈ ആക്കുക. അതിൻ്റെ മണ്ടയിൽ UV ഇട്ട് മാസ്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ടേപ്പ് ഉണ്ട്, അത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫോൺ തിരിച്ച് പാക്ക് ചെയ്ത് നോക്കുന്നു. ഇപ്പം പഴയ ഡിസ്പ്ലേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് പുതിയ ഡിസ്പ്ലേ മാറാതെ തന്നെ ഒറിജിനൽ ഡിസ്പ്ലേ തിരിച്ച് കിട്ടി.